പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് വാഴ ജീവിതം എന്നുള്ള വിഷയത്തെ പറ്റിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഈ അടുത്ത കാലത്ത് ലേറ്റസ്റ്റായിട്ട് റിലീസ് ചെയ്ത വാഴ എന്നുള്ള ഒരു സിനിമ തിയേറ്ററിൽ വളരെയധികം കളക്ഷനോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ സിനിമയുടെ ഒരു ചിന്തയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെ കുറച്ച് ചിന്തകളും ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ ചിന്തകളും ചേർത്ത് നിർത്തിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ സിനിമയെപ്പറ്റി എനിക്ക് പറയാനുള്ളത് വളരെ നല്ല രീതിയിൽ വളരെ ടെക്നിക്കലായിട്ട് വളരെ സൗണ്ടായിട്ടുള്ള ഒരു സിനിമയാണ്. നല്ല രീതിയിൽ പുതുമുഖങ്ങളെ വെച്ചിട്ട് നല്ല രീതിയിൽ അത് ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷേ അഭിനേതാക്കളൊക്കെ ഒരുവിധം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ സിനിമയെപ്പറ്റി റിവ്യൂ ചെയ്യുന്നില്ല എങ്കിൽ തന്നെയും ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയം എന്താണെന്ന് എനിക്ക് കണ്ടതിന് ശേഷം എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നിങ്ങളത് നിങ്ങൾക്ക് എന്താണ് ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത് എന്താണെന്ന് ഒന്ന് പറഞ്ഞെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ ആ സിനിമയെ കുറ്റം പറയുന്നില്ല, അത് വളരെയധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഞാൻ സിനിമ തിയേറ്ററിൽ ഇരുന്നപ്പോൾ നിരവധി പേര് തുടക്കം മുതൽ അവസാനം വരെ ഇരുന്ന് ചിരിക്കണ കണ്ടു. അപ്പോൾ എനിക്ക് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് അത്രയും വലിയൊരു കോമഡി ആയിട്ട് തോന്നിയിട്ടുള്ളൂ. അത് ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവാണെന്ന് നമുക്കറിയാം. നമ്മൾ ആരെയും വില കുറച്ചോ അല്ലെങ്കിൽ സിനിമയെ നിരൂപിക്കാനോ നമ്മൾ മുതിരുന്നില്ല. പക്ഷേ എങ്കിൽ തന്നെ നമുക്കറിയാം പണ്ട് കാലത്തുള്ള നമ്മുടെ ശ്രീനിവാസൻ്റെ സിനിമകളിലൊക്കെ അല്ലെങ്കിൽ നല്ല രീതിയിൽ എഴുതിയിട്ടുള്ള പല സിനിമകളും ആ സിനിമ എൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രേക്ഷകൻ്റെ മനസ്സിലൊരു ഉത്തരം അല്ലെങ്കിൽ ഒരു ചോദ്യം അവിടെ കടന്നു വരും. അല്ലെങ്കിൽ നമ്മൾക്കൊരു കൺക്ലൂഷൻ ഈ സിനിമ കണ്ടപ്പോൾ അതിൽ നിന്ന് എന്തോ ഒരു മെസ്സേജ് എനിക്ക് കിട്ടി അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം എനിക്ക് കിട്ടി എന്ന് അവകാശപ്പെടാൻ തക്ക രീതിയിലായിരുന്നു പഴയകാല സിനിമകളിലൊക്കെ നമ്മൾ കഥകളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്ത് വരുന്ന സിനിമകളിൽ സിനിമ അവസാനിക്കുമ്പോൾ തുടങ്ങിയത് എവിടെയാണോ അത് അവസാനിക്കുന്നത് എവിടെയാണോ എന്ന് അറിയാത്ത സ്ഥിതിയിൽ, അതായത് തുടക്കം തുടങ്ങി പ്രേക്ഷകൻ ആ സിനിമയുടെ കൂടെ സഞ്ചരിച്ച അവസാനം പ്രേക്ഷകനെ വഴിയിൽ ഇറക്കി വിട്ട് സംവിധായകനും തിരക്കഥാകൃത്തും പോയ സ്ഥിതിവിശേഷം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ സിനിമ പ്രതിപാദിക്കുന്നത് ബാക്ക് ബെഞ്ചേഴ്സൊക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ മിഡിൽ ബെഞ്ചേഴ്സായിട്ടുള്ള കുറച്ച് യുവാക്കളുടെ അവരുടെ സ്കൂൾ ജീവിതവും അതുപോലെ തന്നെ അവരുടെ സാമൂഹ്യ ജീവിതത്തെ പറ്റിയാണ്. അവരുടെ കുടുംബത്തിൽ അവരനുഭവിക്കേണ്ടി വരുന്ന തിരസ്കരണങ്ങൾ, അതുപോലെ തന്നെ അവർ ഫേസ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ലൈഫ് എന്നുള്ള കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഈ സിനിമ അവരുടെ ജീവിതമാണ്. അതായത് നമ്മൾ കളിയാക്കിക്കൊണ്ട് വിളിക്കുന്ന വാഴയാണ് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഉപകാരമില്ലാത്തവനെന്ന് വീട്ടുകാരും നാട്ടുകാരും വിളിക്കുന്ന കുറച്ച് കൂട്ടുകാരുടെ അല്ലെങ്കിൽ കുട്ടികളുടെ കഥയാണ്. പക്ഷേ എന്തുകൊണ്ട് അവർ വാഴ എന്ന് വിളിക്കപ്പെടുന്നു എന്നുള്ളതിന് തിരക്കഥാകൃത്തും അല്ലെങ്കിൽ ഈ സംവിധായകൻ കണ്ടെത്തുന്ന കാര്യങ്ങൾ എനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നി. അതായത് ഇപ്പോൾ നമുക്ക് പലരുടെയും മനസ്സിലുള്ളതാണ്, ഇപ്പം ബാക്ക് ബെഞ്ചേഴ്സായിട്ടുള്ളവർ അല്ലെങ്കിൽ മിഡിൽ ബെഞ്ചേഴ്സായിട്ടുള്ളത് അത് അവരുടെ അവകാശമാണ് എന്ന് കരുതി ജീവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഞങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സാണ്, ഞങ്ങളിങ്ങനെയേ ജീവിക്കൂ, ഞങ്ങളിങ്ങനെ അടിച്ചു പൊളിക്കൂ, ഞങ്ങൾ പഠിക്കില്ല, ഞങ്ങൾ തോന്നിവാസത്തിൽ നടക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും, എന്നിട്ട് ക്ലാസ്സിലെപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കും, അല്ലെങ്കിൽ ക്ലാസ് കട്ട് ചെയ്ത് ഞങ്ങൾ സിനിമ കാണാൻ പോവും, അല്ലെങ്കിൽ മറ്റുള്ള പരിപാടികൾക്ക് പോവും, പരീക്ഷ ചെയ്തില്ല കോപ്പി അടിക്കും, ഇതൊക്കെ ഞങ്ങളുടെ ജന്മാവകാശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണോ ഈ സിനിമ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയാണോ സംവിധായകൻ ഇത് ആഗ്രഹിക്കുന്നത്? കുട്ടികളെല്ലാവരും തേർഡ് ബെഞ്ചേഴ്സ് അതുപോലെ ബാക്ക് ബെഞ്ചേഴ്സായിട്ട് ഇങ്ങനെ ജീവിക്കണം എന്നാണോ സംവിധായകൻ ആഗ്രഹിക്കുന്നത്? അതോ അതുപോലെ ജീവിക്കുന്ന കുട്ടികളെ പറ്റി മറ്റുള്ളവർക്ക് എന്താണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ആ കുട്ടികൾ അങ്ങനെ ജീവിക്കുന്നു, അപ്പോൾ അതിൽ നിന്ന് മാറണോ? അപ്പോൾ ഈ സിനിമയിൽ ഉടനീളം ഈ കുറച്ച് കുട്ടികൾ, അതായത് അധികം പഠിക്കാനൊന്നും
കഴിവില്ലെന്ന് പറയുന്ന കുട്ടികൾ. പക്ഷേ നമ്മൾ കാണുമ്പോൾ, സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? അവർ പഠിക്കാൻ അവർക്ക് സമയം അവർ ചിലവഴിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല. അതായത് അലസതയെ മഹത്വവൽക്കരിക്കുന്നതിനെ പറ്റിയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആ സിനിമ കണ്ടപ്പോൾ. ഞാനീ പറയുമ്പോൾ പലർക്കും തോന്നും എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള കഴിവുണ്ടോ, അല്ലെങ്കിൽ പഠിച്ച് ഇരുന്ന് പഠിക്കാനുള്ള കഴിവുണ്ടോ എന്ന്. കാര്യം ശരിയാണ്, പലർക്കും അത് പഠിക്കാനുള്ള ബുദ്ധി ചിലപ്പോൾ കുറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ കുടുംബത്തിൽ പല സാഹചര്യങ്ങളുള്ള കാരണം കൊണ്ട് പഠിക്കാനായിട്ട് വേണ്ട രീതിയിൽ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അതൊക്കെ ശരിയാണ്. പക്ഷേ മനുഷ്യൻ ഹാർഡ് വർക്ക് എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണല്ലേ. അത് പഠിപ്പുള്ളവനും ബുദ്ധിയുള്ളവനും ബുദ്ധിയില്ലാത്തവനും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഹാർഡ് വർക്ക് എന്നുള്ളത്. അതായത് ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് ചിലപ്പോൾ ഒരാൾക്ക് വളരെ കുറച്ച് സമയം ചിലവഴിക്കേണ്ടത് വേറൊരാൾക്ക് കുറച്ച് കൂടുതൽ സമയം ചിലവഴിച്ചാൽ അതേ രീതിയിലുള്ള ഔട്ട്പുട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് സ്കൂൾ ജീവിതങ്ങളിലെ നമുക്ക് പഠിക്കേണ്ട വിഷയങ്ങളെപ്പറ്റിയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ പഠിച്ച് പാസ് മാർക്ക് കിട്ടുക എന്ന് പറയുന്നതൊക്കെ തന്നെ, അല്ലെങ്കിൽ ഒരു മിനിമം മാർക്ക് കിട്ടുക എന്ന് പറയുന്ന ഒരാൾ അധികം ബുദ്ധിയും ഇല്ലാത്ത കുട്ടികളായാൽ തന്നെയും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതിനു വേണ്ടി ഇരുന്ന് സമയം ചിലവഴിച്ച് റിപ്പീറ്റായിട്ട് പഠിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്സാവാനോ അല്ലെങ്കിൽ മിനിമം ഒരു മാർക്ക്, വലിയൊരു ടോപ്പ് മാർക്കിലേക്ക് എത്താൻ പറ്റിയെന്ന് ചിലപ്പോൾ വരില്ലെങ്കിലും മിനിമം മാർക്കെങ്കിലും അവർക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനൊന്നും സമയം ചിലവഴിക്കാതെ തൻ്റെ പഠിക്കേണ്ട സമയങ്ങളൊക്കെ കളിച്ച് നടന്ന് അലസതയിൽ കൂടെ മുന്നോട്ട് പോയി അവർക്ക് തോന്നിയ പോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് പരീക്ഷയ്ക്ക് തുണ്ട് വെച്ച് അതിലും പരീക്ഷയിൽ തോക്കുന്നു, അല്ലെങ്കിൽ ക്ലാസ്സിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നു, അടി ഉണ്ടാക്കുന്നു, തോന്നിവാസങ്ങൾ നടക്കുന്നു. അതിനുശേഷം എങ്ങും എത്താതെ അവർ ജീവിക്കേണ്ടി വരുന്നു. അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ സമൂഹം അവരെ കളിയാക്കുന്നു. അവർ ചെല്ലുന്ന സ്ഥലങ്ങൾ, അവർ പോകുന്ന മാതാപിതാക്കൾക്ക് അവരൊരു ബുദ്ധിമുട്ടായിട്ട് കാണുന്നു. അവരെ മാതാപിതാക്കൾ ശകാരിക്കുന്നു, കളിയാക്കുന്നു. സമൂഹം കാണുമ്പോഴൊക്കെ കളിയാക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ ഇവരിങ്ങനെ നിന്നു കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഇവരിങ്ങനെ നിന്നു കൊടുക്കണേ? അവർ അങ്ങനെ കോമാളികളാവാനായിട്ട് എന്തിനാണ് നിന്നു കൊടുക്കണേ? നമുക്കറിയാം, നമ്മുടെ ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, പണ്ട് പറയാറുണ്ട്, ജാതി വ്യവസ്ഥയെ പറ്റി പലരും പറയാറുണ്ട്. പഴയ കാലത്തെ ഏറ്റവും വലിയ ഒരു തിന്മയായിരുന്നു ജാതി വ്യവസ്ഥ എന്നത്. പക്ഷേ ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ തിന്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ദുരഭിമാനമാണ്, അല്ലേ? നമ്മുടെ ഓരോരുത്തർ, എൻ്റെ അടക്കം ദുരഭിമാനമാണ്. ഇന്ന് വിദേശ രാജ്യങ്ങളിലെ കുട്ടികളും അതുപോലെ തന്നെ യുവാക്കളും ഒക്കെ അവർക്ക് പ്രത്യേകിച്ച് അവർക്കൊരു ഇമേജ് കോൺഷ്യസ് അല്ല, അല്ലെങ്കിൽ തങ്ങൾക്ക് ഏതെങ്കിലും ജോലി എടുത്തു കഴിഞ്ഞാൽ തങ്ങൾക്ക് കുറച്ചിലാവുമെന്നോ മറ്റുള്ളവർ എന്തെങ്കിലും പറയുമെന്നൊന്നും അവർക്ക് ബോധ്യമില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നേ ഇല്ല. കാരണം അവരുടെ സമൂഹം അതുപോലെ തന്നെയാണ്. ഒരു ആൾ ഏറ്റവും താഴേക്കിടയിലുള്ള ജോലി എടുക്കുന്ന ആളെയും ഏറ്റവും ഉയർന്ന ജോലി എടുക്കുന്ന ഒരാളെയും ഒരുപോലെയാണ് വിദേശ രാജ്യങ്ങളിലെ സമൂഹം കാണുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല, അല്ലേ? നമ്മുടെ നാട്ടിൽ ജാതിയില്ല, അല്ലെങ്കിൽ ജാതി ഇതൊക്കെയാണെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം ചെറിയ തൊഴിലെടുക്കുന്നവനെ ഒരു താഴ്ന്ന രീതിയിൽ കാണാനും, അല്ലെങ്കിൽ വലിയ തൊഴിലെടുക്കുന്നവനെ വലിയ രീതിയിൽ അല്ലെങ്കിൽ വലിയ സ്ഥാനങ്ങൾ കൊടുക്കാനും, അല്ലെങ്കിൽ പൈസ ഉള്ളവന് വലിയ സ്ഥാനം, പൈസ ഇല്ലാത്തവന് ചെറിയ സ്ഥാനം, പൈസ ഇല്ലാത്തവന് ദരിദ്രനെ ബഹുമാനിക്കാതിരിക്കുക, പൈസ ഉള്ളവനെ കാണുമ്പോൾ മുണ്ടഴിച്ചിടുക. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ കൾച്ചറാണ്. എല്ലാ കാര്യങ്ങളിലും ഇത് റിഫ്ലക്റ്റ് ചെയ്യും. ഒരു കുട്ടിയുടെ ഒരു കാലഘട്ടം തൊട്ട് യുവാവായിരിക്കുമ്പോഴും അവരുടെ കല്യാണം അതുപോലുള്ള മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതിൻ്റെയും കൂടിയും ഒരു പ്രതിഫലനമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സിനിമയിൽ കാണിക്കുന്ന പല കാര്യങ്ങൾ. അതായത് അവർ എന്തോ ഒരു ജോലി കിട്ടുന്നില്ല, ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ഞങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല, അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ വെറുതെ കുത്തിരിക്കുന്നു എന്നുള്ളൊരു മനോഭാവം. എന്താണ് ജോലി? നമുക്ക് ജോലി കിട്ടുന്നില്ല എന്ന് പറയുന്നത്, ഇപ്പോൾ പഴയ കാലത്തെ സിനിമകളിൽ ജഗദീഷ്, അല്ലെ നമ്മുടെ സത്യനന്ദിക്കാടിൻ്റെ ഒക്കെ സിനിമകളിൽ നമുക്കറിയാം, നാടോടിക്കാറ്റ് അല്ലെങ്കിൽ
ജഗദീഷിൻ്റെ മുകേഷിൻ്റെയൊക്കെ സിനിമകൾ, പഴയകാലത്തെ സിനിമകളിലൊക്കെ അന്നത്തെ കാലത്ത് ഒരു വൈറ്റ് കോളർ ജോലിക്ക് വേണ്ടി സ്വപ്നം കണ്ട് നടക്കുന്ന നായകൻ അത് ആണ് ജോലി എന്ന് കാണുകയും അതിനുവേണ്ടി അപ്ലൈ ചെയ്യുക, അത് കിട്ടാതെ വരികയും അതിൻ്റെ വിഷമം കൊണ്ട് ജീവിതകാലം മുഴുവൻ നടക്കുന്നൊരു യുവാക്കളെയാണ് നമ്മൾ ആ കാലഘട്ടത്തിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ സിസ്റ്റം ഇപ്പോഴും ഇന്നിപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായൊരവസ്ഥ. നമുക്ക് എന്തുകൊണ്ട് ചുറ്റുമുള്ള എത്രയധികം തൊഴിലുണ്ട്, നമ്മുടെ നാട്ടിൽ തൊഴിൽ ഇല്ലാത്തതാണോ പ്രശ്നം? ഇഷ്ടംപോലെ തൊഴിലുണ്ട്. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരാൾ ആഗ്രഹിക്കുന്ന ഇപ്പോൾ ഒരു എഞ്ചിനീയറായിട്ട് എല്ലാവർക്കും ജോലി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ഡോക്ടറായിട്ട് ജോലി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. പക്ഷേ എത്രയധികം ജോലികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ തെളിവല്ലേ ഇത്രയധികം അന്യ സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ വന്ന് ജോലി എടുക്കുന്നത്. അത്രയും പേര് ഇവിടെ വന്ന് ജോലി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ തൊഴിലില്ലാത്തതല്ല, തൊഴിൽ ചെയ്യാനായിട്ട് നമുക്ക് മനസ്സില്ല എന്നുള്ളതാണ് പ്രധാന കാരണം നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കായാലും ചെറിയൊരു ജോലി എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം നമ്മളെ ആ രീതിയിൽ കാണും എന്നുള്ള പേടി കൊണ്ട് അല്ലേ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് അങ്ങനെ ഒരു പേടിയുണ്ടാവും. ഇപ്പോൾ ഒരു യുവാവായിട്ടൊരു കല്യാണം കഴിക്കുന്നതിനായിട്ട് പ്രായമായിട്ടുള്ളൊരു യുവാവ് നാട്ടിൽ വന്നുകൊണ്ട് ഒരു കൂലിപ്പണി എടുക്കാനായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ചിലപ്പോൾ ഒരു പെണ്ണ് കിട്ടിയെന്ന് പോലും വരില്ല നാട്ടിലെ സ്ഥിതി അനുസരിച്ച് അല്ലേ. അധ്വാനിക്കുന്നെന്നാൽ ഒരു ദുശീലങ്ങളില്ലാത്ത നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന യുവാക്കളായിട്ടുള്ള നല്ല രീതിയിൽ അധ്വാനിച്ചുകൊണ്ട് കുടുംബം പോറ്റുന്ന ആളുകൾക്ക് പോലും പെണ്ണ് കൊടുക്കാനായിട്ട് ആൾക്കാർ തയ്യാറാവില്ല. എന്നാൽ നാട്ടിൽ മുഴുവൻ കടം പേടിച്ചുകൊണ്ട് വലിയൊരു കാറും വലിയ വീടും പണിതുകൊണ്ട് ഗൾഫിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലോ പോയി ജോലി എടുക്കുന്ന, അത് ഇതുപോലത്തുള്ള ജോലി അവിടെ എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇതുപോലെയുള്ള നാട്ടിൽ എടുക്കുന്ന ഏറ്റവും മോശപ്പെട്ട ജോലിയായിരിക്കാം അവർ ഗൾഫിൽ പോയിട്ട് അവിടെ പോയി ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ UK ഇതുപോലെയുള്ള രാജ്യങ്ങൾ പോയി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയവനൊന്നും നമ്മുടെ നാട്ടിൽ അവർക്കൊക്കെയാണ് വില അല്ലേ. അത് നമ്മൾ കാണുമ്പോൾ അത് അങ്ങനെ അവിടെ ജോലി ചെയ്തു എന്ന് വെച്ചാൽ അവരുടെ ജോലി പോലും ചോദിക്കുന്നത് പോലില്ല. പക്ഷെ നാട്ടിൽ ഇത്രയും നല്ല രീതിയിൽ പണിയെടുക്കുന്നവനും അത്രയും നല്ല രീതിയിൽ ജീവിക്കുന്നവനും നാട്ടിൽ പെണ്ണ് കിട്ടാനില്ല. അപ്പോൾ ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും. പെണ്ണ് കല്യാണത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രമല്ല, നമ്മളിപ്പോൾ സമൂഹത്തിലെ സ്ഥാനത്തിൻ്റെ ബേസിൽ ഒരു പൊതുസമൂഹത്തിൽ പൈസയുള്ളവനെയാണ് എല്ലാവരും ബഹുമാനിക്കുന്നതും അവൻ്റെ വാക്കിന് വില കൽപ്പിക്കുന്നതും. അവൻ എത്ര മണ്ടനായാലും അവൻ പറയുന്നത് ഏറ്റവും വലിയ പൊട്ടത്തരമായാലും അത് കേട്ടിരിക്കാനായിട്ട് ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് അല്ലേ. നമ്മുടെ ചാനൽ ചർച്ച തൊട്ട് നമ്മുടെ യൂട്യൂബുകളിലെ തന്നെ പലരുടെയും ടോക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാറുണ്ട്, അധികാരവും പണവും ഉള്ളവൻ്റെ വാക്കിനായിരിക്കും കൂടുതലായിട്ട് വില കൽപ്പിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ ഈ സിനിമയിൽ നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ ഈ യുവാക്കൾ പഴയ 80s 90s ഉള്ള യുവാക്കളെ പോലെ തന്നെ വീണ്ടും ജോലിക്ക് വേണ്ടി എന്തോ ഒരു ജോലി, അതായത് ഇവർ മര്യാദയ്ക്ക് പഠിച്ചില്ല, ഇവർ മര്യാദയ്ക്ക് പഠിക്കാതെ പരീക്ഷയിൽ ഉഴപ്പി നടന്ന് തോറ്റതിന് ശേഷം വീട്ടിൽ വെറുതെ കുത്തിയിരുന്ന് സമയം കളഞ്ഞുകൊണ്ടിരുന്നിട്ട് തങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിച്ച് നിൽക്കുക, സമൂഹത്തിനും ഭാരമാവുക, കുടുംബത്തിനും ഭാരമായിട്ട് ഇങ്ങനെ ജീവിക്കുക. അതിനുശേഷം അവർ അത് ഇമോഷണൽ രീതിയിലാക്കുക, അവർ അനുഭവിക്കുന്ന അവഗണനകളൊക്കെ പ്രേക്ഷകനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഒന്നല്ലെങ്കിൽ അവർ മാറണം. അവരവസാനം അതിൽ ഞാൻ സിനിമയുടെ കഥ പറയുന്നില്ല, അവസാനം അവരൊരു കാര്യം ചെയ്യാനായിട്ട് തീരുമാനിക്കുന്ന എല്ലാവരും കൂടി ഒരു കാര്യം ചെയ്യുന്നു. അപ്പോൾ അതിൽ തന്നെ അവസാനം നമുക്ക് മനസ്സിലാവും അതുപോലും ആ ഡിസിഷൻ പോലും ശരിയായി ഇരുന്നില്ല എന്ന്. അപ്പോൾ അത്രയധികം ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം ചെലവഴിക്കാനോ കൃത്യമായിട്ട് നോക്കാനോ അവർക്ക് സമയമില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ലാത്ത ഇങ്ങനെയുള്ള കുറച്ച് കുട്ടികളുടെ കഥയാണ് ആ സിനിമയിൽ കൂടെ പറയുന്നത്. അപ്പോൾ ആ സിനിമ കണ്ടതിന് ശേഷം ഒരു സാധാരണ യുവാവ് എന്താണ് ചിന്തിക്കേണ്ടത്? ഞാനിപ്പോൾ ഇങ്ങനെ നടന്നു എന്ന് വെച്ച് എന്നാൽ അവന് അങ്ങനെ ഒരു ബോധം വരണ്ടേ, ഞാനിങ്ങനെ നടന്നാൽ ശരിയാവില്ല ഞാൻ കുറച്ചും കൂടി നല്ല രീതിയിൽ. പക്ഷേ എങ്ങനെ നല്ല രീതിയിലാവണം എന്ന് പോലും ആ സിനിമയിൽ ഒരു ഭാഗത്ത് പോലും പരാമർശിക്കുന്നില്ല. വെറുതെ ഒരു 3-4 പേരുടെ അല്ലെങ്കിൽ 4-5 പേരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു 2-5-6 വർഷങ്ങൾ വെറുതെ എടുത്ത് വെച്ചിട്ട് സിനിമ കാണിച്ച് വിടുന്നു എന്നുള്ളതല്ലാതെ
സിനിമയ്ക്ക് ഒരു തുടക്കമോ ഒരു കൺക്ലൂഷനോ ആ സിനിമയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ തിരിച്ച് നമ്മൾ വരികയാണെങ്കിൽ ഈ യുവാക്കൾ എടുക്കേണ്ട തീരുമാനം എന്തായിരുന്നു? ഇപ്പോൾ നമുക്കറിയാം എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള കഴിവുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല, ഞാൻ മുമ്പും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അവർ കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും, കൂടുതലായിട്ട് ഇരുന്ന് ഒരു മറ്റ് പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ബുദ്ധിയുള്ള കുട്ടികൾ ചിലപ്പോൾ ഒരു പ്രാവശ്യം വായിച്ച് വെച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ ഇവർക്ക് ചിലപ്പോൾ 5 or 6 പ്രാവശ്യം വായിക്കേണ്ടി വരും. അപ്പോൾ അവർ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് അവർക്ക് ബേസിക്കായിട്ട് അത് പഠിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പാസ്സാവാനോ സാധിക്കുള്ളൂ. അപ്പോൾ അത് പഠനത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസം അല്ലെങ്കിൽ പഠിക്കാനുള്ള കഴിവ് എന്നുള്ളത് മാത്രമല്ല ഒരു കുട്ടിയുടെ കഴിവ് എന്നുള്ളത്. പിന്നെ അവന് എന്തൊക്കെ കഴിവുകളുണ്ട് അത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ സക്സസ്സിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ ലക്ഷ്യത്തിലേക്കോ നടക്കുന്നത്. അതായത് ഓരോ വ്യക്തിയും അവൻ ജനിക്കുമ്പോഴേ അവനിൽ നിരവധി കഴിവുകൾ നിക്ഷിപ്തമാണ്. എല്ലാവർക്കും അറിയാം അതിനെപ്പറ്റി, പലരും നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ. ഓരോ വ്യക്തികളുടെ ഉള്ളിൽ ദൈവം തന്നെ നിരവധി കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നൊരു വ്യക്തി മനസ്സിലാക്കുക, ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമാണ്, അവരെല്ലാവരും വ്യത്യസ്തമാണ്. ഓരോ വ്യക്തികൾക്കും ഈ സമൂഹത്തിൽ പ്രാധാന്യമുണ്ട്. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു റോള് ഈ സമൂഹത്തിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള കഴിവുകളായിരിക്കും അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് പഠിക്കാനുള്ള കഴിവില്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് കലാകാരനായിരിക്കാം, അല്ലെങ്കിൽ അയാൾ വേറെ രീതിയിൽ കഴിവുള്ളവനായിരിക്കാം. അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ടാലൻറ്റ് ദൈവം നൽകിയ അല്ലെങ്കിൽ നമ്മൾ ജനിച്ചപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ എന്താണ്, ഞാൻ എന്താണ്, എൻ്റെ പ്ലസ് പോയിൻ്റ് എന്തൊക്കെയാണ്, അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ല രീതിയിലേക്ക് മാറാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ സിനിമയിൽ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ആകെ പഠിക്കാൻ കഴിവില്ലാത്തവൻ വാഴകളായിട്ട് നടക്കുന്നു, അവർക്ക് അലസതയോടുകൂടി നടക്കുന്നു, അവർക്കൊന്നും എവിടെ എത്തുന്നില്ല, സിനിമ അവസാനിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ഈ സമൂഹത്തിൽ നൽകിയത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ സിനിമകൾക്കും വലിയ മെസ്സേജ് ഉണ്ടാവണം, എല്ലാ സിനിമകളും മനുഷ്യരെ ഉപദേശിക്കണം, സന്മാർഗം ബോധിപ്പിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇത് കാണുന്ന പ്രേക്ഷകർ എന്തിലേക്കെങ്കിലും അവരൊന്ന് തിരിയണ്ടേ? ഒന്നല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ ഒരു ജീവിതം വേണ്ടാന്ന് വിചാരിക്കണ്ടേ? ഇതിപ്പോൾ കാണുമ്പോൾ പലരുടെയും കൺഫ്യൂഷൻ എന്താണ്, ഞങ്ങൾ വാടകളായിട്ട് ജീവിച്ചു എന്ന് വെച്ചൊരു കുഴപ്പമില്ല, എൻ്റെ വീട്ടുകാർ ഞങ്ങളെ സഹായിക്കുമായിരിക്കും, നാട്ടുകാർ സഹായിക്കുമായിരിക്കും, ഇങ്ങനെ അടിച്ച് പൊളിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്നുള്ളത്. അതായത് ഇങ്ങനെ കുറേ പേര് അങ്ങനെയുള്ള മനോഭാവത്തിൽ കൂടെ ജീവിക്കുന്നുണ്ട്. പലരും ഈ ബാക്ക് ബെഞ്ചേഴ്സിനെയും മിഡിൽ ബെഞ്ചേഴ്സിനെയൊക്കെ മഹത്വവൽക്കരിക്കുന്നത് ഞാൻ മുമ്പും പറഞ്ഞ പോലെ മഹത്വവൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അവരെന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു കോളേജിലോ സ്കൂളിലോ ഒക്കെ ഇവർ വലിയ കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പറയും, അല്ലേ, ഞങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സ് ആയിരുന്നപ്പോൾ ഞങ്ങളവിടെ മദ്യപിച്ച് അവിടെ കുത്തിയിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളിവിടെ അടിയുണ്ടാക്കി, ഇവിടെ പ്രശ്നം ഉണ്ടാക്കി, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ വലിയ വാക്കുകളിൽ അവരൊക്കെ വലുതായി കഴിയുമ്പോൾ പറയാറുണ്ട്. എന്നിട്ട് അതായിരുന്നു ഞങ്ങളുടെ കലാലയ ജീവിതം, അതായിരുന്നു അങ്ങനെ ജീവിച്ചത്, ഞങ്ങളങ്ങനെ എൻജോയ് ചെയ്താണ് ജീവിച്ചത്, ഞങ്ങൾ അത്രയധികം കലാലയത്തിൽ ജീവിച്ചെന്നൊക്കെ പറഞ്ഞ് വലിയ വീമ്പ് പറയാറുണ്ട്. പക്ഷേ അവിടെ നിരവധി കുട്ടികൾ, വേറെ കുറേ കുട്ടികളുണ്ട്, അല്ലേ, അവരൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരുടെ സമയം തങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ കുടുംബത്തെ പോറ്റാനായിരിക്കാം, അവർക്ക് ഇവരെ പോലെ കളിച്ച് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ സഹായിക്കാനായിട്ട് ആരും ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ അവർക്ക് സ്വയം തന്നെ പഠിച്ച് തൻ്റെ കുടുംബത്തെ രക്ഷിക്കേണ്ടവരായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ടാവും. അതിലേക്ക് വേണ്ടിയിട്ട് അലസതയിൽ ഇല്ലാതെ പഠിക്കാനും ഉയർന്ന മാർക്ക് മേടിക്കാനും അതിനുശേഷം ജോലിയിൽ എത്താനും അതിനൊക്കെ കഷ്ടപ്പാട് കൂടിയേ തീരൂ. അതുപോലെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനായിട്ട് തോന്നിയത്, അതായത് നമ്മളെല്ലാവരും ഈ ഫ്രണ്ട്ഷിപ്പിനെ വളരെയധികം വലിയ ഒരു കാര്യമായിട്ട് എടുക്കാറുണ്ട്. പ്രത്യേകിച്ച് സ്കൂൾ ജീവിതത്തിലും കോളേജ് ജീവിതത്തിലും ഫ്രണ്ട്സ്, അത് പല സിനിമകളുടെ ഇതിവൃത്തം അതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കൂട്ടുകാർ തമ്മിലുള്ള സ്നേഹം, അവരുടെ വലിയ ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ. പക്ഷേ യഥാർത്ഥത്തിൽ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഈ കൂട്ടുകാർ തന്നെയാണ് ഓരോ വ്യക്തികളെയും സ്വാധീനിക്കുന്നതും അവരെ നന്നാക്കുന്നതും അവരെ നശിപ്പിക്കുന്നതും.
ഭൂരിഭാഗം കൂട്ടുകെട്ടുകളും നമ്മുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി അവൻ്റെ സ്വഭാവം രൂപീകരിക്കുന്നതും അതുപോലെ തന്നെ അവൻ മോശക്കാരനായിട്ട് മാറുന്നു. അതിൻ്റെ പിറകിൽ വലിയധികം കൂട്ടുകാരുടെ സ്വാധീനം ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, കോളേജ് അല്ലെങ്കിൽ സ്കൂൾ ജീവിത കാലഘട്ടത്തിലൊന്നും നമുക്ക് വേണ്ടത്ര രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഇവൻ്റെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവം എന്താണ്, അവൻ എന്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ എന്തിലേക്കാണ് പ്രേരിപ്പിക്കുന്നതെന്ന് പോലും ആലോചിക്കാനുള്ള പക്വതയോ കാര്യങ്ങളൊന്നും നമുക്ക് ആർക്കും ഇല്ല, ഒരു കുട്ടികൾക്കും ഇല്ല. അപ്പോൾ അവരുടെ കൂടെ കാണുന്ന എല്ലാ കൂട്ടുകാരുമായിട്ട് മിങ്കിളാവും, എല്ലാവരുമായിട്ട് കൂട്ടുകെട്ടിൽപ്പെടും. അപ്പോൾ ഓരോരുത്തരുടെയും ജീവിത നിലവാരം, അവരുടെ ജീവിത ചുറ്റുപാട് വ്യത്യസ്തമായിരിക്കും അല്ലേ. നമ്മൾ ആരെയും മോശക്കാരനാണെന്നല്ല പറയുന്നത്, പക്ഷേ ഓരോരുത്തരും വളർന്നു വന്ന ജീവിത നിലവാരത്തിൽ ചിലപ്പോൾ അവൻ ചിലപ്പോൾ അവൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന വലിയ മുറിവുകളോ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും അവൻ ചിലപ്പോൾ ആ സ്വഭാവത്തിലേക്ക് എത്തുന്നത്. നമ്മൾ ആ കുട്ടീനെ കുറ്റം പറയുന്നില്ലെങ്കിൽ തന്നെയും പലരും പല ക്രിമിനലായിട്ടുള്ള സ്വഭാവങ്ങളുള്ള കുട്ടികൾ ഒരു സ്കൂളിൽ തന്നെ അല്ലെങ്കിൽ കോളേജിൽ തന്നെയുണ്ട്. അതിൻ്റെ ഹിസ്റ്ററി പലതായിരിക്കാം, പക്ഷേ അങ്ങനെയുള്ള കുട്ടികളും അവരുടെ ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട്. ചിലവർ പാർട്ടിയായിട്ട് വളരെയധികം ബന്ധമുള്ളവരും പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരുന്നവരും അതിൻ്റെ മൂല്യങ്ങളാണ് വലുതാണെന്ന് പറയുന്നവരുണ്ടാവും. ദൈവവിശ്വാസികളായിട്ടുണ്ടാവും, അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തവർ, നിരീശ്വരന്മാരായിട്ടുള്ള കുറേ പേരുണ്ടാവാം. അവരുടെ ചിന്താഗതികൾ കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ അതുപോലെ തന്നെ വേണ്ടത്ര വീടുകളിൽ നിന്നും വേണ്ടത്ര രീതിയിൽ പക്വതയില്ലാതെ വളർത്തിയതിൻ്റെ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ നമ്മൾ കൂട്ടുകാരായിട്ട് തിരഞ്ഞെടുക്കുന്നവർ നല്ലവരല്ലെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മളെ വളർത്താനായിട്ട് പറ്റാത്തവരല്ലെങ്കിൽ, നമ്മളും അതേപോലെ തന്നെ അവരുടെ സ്വാധീനത്തിൽ പെട്ടുകൊണ്ട് ആ രീതിയിലേക്ക് മാറിപ്പോകും. നമുക്കറിയാം, നിരവധി പേരങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ പലരും അവരുടെ സ്വാധീനത്തിൻ്റെ പെട്ടുകൊണ്ട് ജീവിതം നശിച്ചു പോയവരുണ്ട്. പലരുടെയും ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലോണം പഠിക്കുന്ന കുട്ടികളായിരുന്നവർ ചിലപ്പോൾ ഒരു കോളേജിൽ വരികയും കൂട്ടുകെട്ടിൽ പെടുകയും പഠിക്കാൻ കഴിവില്ലാത്തവർ അല്ലെങ്കിൽ പഠിക്കാത്തവരായിട്ട് അല്ലെങ്കിൽ ക്ലാസ്സുകളിൽ തോൽക്കുകയും അല്ലെങ്കിൽ വളരെയധികം സ്വഭാവങ്ങൾ, ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവരായിട്ടൊക്കെ മാറിപ്പോകുന്ന സിറ്റുവേഷൻസൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പലരും പറയാറുണ്ട്, നമ്മൾ നല്ല രീതിയിൽ വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ മോന് നല്ല രീതിയിൽ വളരുന്നു. പക്ഷേ ഒന്നാമത് നമുക്കറിയാം, നമ്മുടെ കേരളത്തിലൊക്കെ ഒരു പാരൻസ് എത്രയധികം കുട്ടികളെക്ക് ഇതുപോലുള്ളൊരു ബോധ്യമുണ്ട്, അല്ലെങ്കിൽ എത്രയധികം മാതാപിതാക്കൾ അത്രയധികം ഓറിയൻറ്റേഷനോടുകൂടെ കുട്ടികളെ വളർത്തുന്നുണ്ട്. നിങ്ങൾ അങ്ങനെയുള്ള അപ്പോൾ അതൊന്നുമില്ല. നമ്മൾ കുട്ടികളെ ഒരു മിനിമം രീതിയിൽ നല്ല രീതിയിൽ വളർത്തിയ ആളുകളാണെങ്കിൽ ഒരുവിധം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ കുട്ടികൾക്ക് അത് മനസ്സിലാക്കാനും അതിൽ നിന്ന് മാറി നിൽക്കാനും ബോധമുണ്ടോ. പക്ഷെ ഭൂരിഭാഗം കുട്ടികളുടെ സിറ്റുവേഷനൊന്നും അങ്ങനെ ഒരു ഓറിയൻറ്റേഷനോ മാതാപിതാക്കൾ അതുപോലൊരു രീതിയിൽ കെയർ ചെയ്തിട്ടൊന്നല്ല കുട്ടികളെ വളർത്തുന്നത്. ഇപ്പോൾ ഈ സിനിമയിൽ അതുപോലെ തന്നെയാണ്, തങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ വീണ്ടും വീണ്ടും ആ കൂട്ടുകാരെ അവർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ മോശമാണ്, അല്ലെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും മാതാപിതാക്കൾ കൂട്ടുകാരുടെ കൂടെ പഠിക്കാനായിട്ട് അവരെ വിടുകയാണ്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് അതിൻ്റെ മെസ്സേജ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇത് കൂട്ടുകൂടി അവരെ നശിപ്പിക്കാനായിട്ട് വീണ്ടും വീണ്ടും ഇടവരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നല്ല കൂട്ടുകാരുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അല്ലെങ്കിൽ നല്ല കൂട്ടുകാരില്ലെങ്കിൽ കൂട്ടുകാരില്ലാത്തതാണ് ഏറ്റവും നല്ലൊരു കാര്യം. കാരണം നമ്മളുടെ കൂട്ടുകാരായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളവരുടെ കാര്യങ്ങളും അവരുടെ വാക്കുകളൊക്കെ ഓരോ കുട്ടികളെ സ്വാധീനിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ മാതാപിതാക്കൾ അത് കണ്ടുകൊണ്ട് ഇവരുടെ പ്രതികരണങ്ങളും ഇവരുടെ സ്വഭാവത്തിൻ്റെ ഇത് കാണുമ്പോൾ അത് കറക്റ്റ് ചെയ്യാനായിട്ട് മാതാപിതാക്കൾക്ക് കഴിഞ്ഞെങ്കിലും ഓക്കെ, ഏത് കൂട്ടുകാരായിട്ടായാലും മിങ്കിൾ ചെയ്താലും അവർക്ക് പ്രശ്നമില്ല. കാരണം കറക്റ്റായിട്ട് അവരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഒരു എൽഡറായിട്ടുള്ള ഒരാൾ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ ഒരു നല്ലൊരു കൂട്ടുകാരൻ അവനെ കറക്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള കൂട്ടുകാരുണ്ടെങ്കിലും ഓക്കെ. പക്ഷെ അതില്ലാതിരിക്കുമ്പോൾ അവർ വീണ്ടും വീണ്ടും നശിച്ചുകൊണ്ടിരിക്കും. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, നമുക്ക് എങ്ങനെ ഇങ്ങനത്തെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ ഇതുപോലുള്ള യുവാക്കളായിട്ടുള്ള ആളുകളെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സിറ്റുവേഷനിൽ ഇന്ത്യയിലെ സിറ്റുവേഷൻ അനുസരിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ യങ്ങായിട്ടുള്ള കുട്ടികളെ നല്ല രീതിയിൽ അവരെ ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ
അവർക്ക് എങ്ങനെ നല്ലൊരു ഓറിയൻറ്റേഷൻ കൊടുക്കാമെന്ന് ചിന്തിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് അറിയാവുന്നൊരു കാര്യം ഇതാണ്. കുട്ടികളെ ചെറുപ്പം മുതലേ അവർക്ക് പറ്റാവുന്ന ജോലികളിൽ അവരെ ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞു മുമ്പ്, ഈ കാസ്റ്റ് സിസ്റ്റം പോലെ തന്നെ ചെറുകിട ജോലി എടുക്കുന്നവനും വലിയ ജോലി എടുക്കുന്നവനും തമ്മിലുള്ള ഒരു മനോഭാവം നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഉണ്ട്. അത് നമ്മൾ വെടിയുകയാണെങ്കിൽ, ഇവരൊരു 15-16 വയസ്സുമുള്ളപ്പോൾ ഇവരെ ജോലിക്ക് വിടുകയാണ്. ഇവർക്ക് ചെറിയ പാർട്ട് ടൈം ജോലി, അതായത് ഇത്രയധികം ഈ എൻജിനീയറിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊന്നും എത്ര സമയം ഇവർ അതിനുവേണ്ടി പഠിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഭൂരിഭാഗം ആ കുട്ടികളൊന്നും ഇതുപോലെ തന്നെ എല്ലാ ദിവസവും ഇരുന്ന് പഠിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പഠിക്കുന്ന ആളുകളോ കുട്ടികളോ ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സിലബസൊക്കെ ഈ 5 ദിവസം പഠിക്കാൻ സ്കൂള് എന്നുള്ള സിസ്റ്റം മാറ്റിക്കൊണ്ട് ഒരു 3 ദിവസം സ്കൂളും ബാക്കിയൊരു 2 ദിവസം നമുക്ക് പ്രവൃത്തിയും, അതായത് ഇതുപോലുള്ള ചെറിയ ജോലി പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാവുന്ന രീതിയിൽ ഈ യുവാക്കൾക്ക് അങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ ടെക്നിക്കലായിട്ടൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അവർക്ക് അവരുടെ പഠിക്കുന്ന മേഖലയായിട്ട് ബന്ധപ്പെടുന്ന ജോലികളിൽ, പ്രത്യേകിച്ച് സർക്കാർക്ക് അതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാവുന്നുള്ളൂ. അതായത് ഓരോ സ്ഥാപനങ്ങളിലും ഇത്ര സീറ്റ് ഇവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഇത്രയധികം വേക്കൻസി ഇവർക്ക് കൊടുക്കണം. അതായത് ഒരു ഇൻറ്റേൺഷിപ്പ് പോലെ വന്ന് പാർട്ട് ടൈമായിട്ട് വന്ന് ജോലി എടുക്കാനുള്ള ഒരു അവസരം, അതിനൊരു ചെറിയൊരു വേതനം കൊടുത്തുകൊണ്ട് ഈ കുട്ടികൾ അങ്ങനെയൊക്കെ മോൾഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ കഴിവും അതുപോലെ തന്നെ ഈ ഹാർഡ് വർക്കിങ്ങും ഒക്കെ വളരാനായിട്ടത് വലിയൊരു കാര്യമാകും. അതല്ലാതെ കോളേജിൽ നിന്ന് വിട്ടുകൊണ്ട് 3 വർഷവും ഒരു പണിയെടുക്കാതെ പോയി വർക്ക് പഠിച്ചുകൊണ്ട് ആരും അങ്ങനെ റെഗുലറായിട്ട് പഠിച്ചുകൊണ്ട് കോളേജൊക്കെ പാസ്സാവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഭൂരിഭാഗം കുട്ടികളും അവരുടെ സമയം സിനിമ കാണാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒക്കെ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതല്ലാതെ ഇതിനെ ഒരു പ്രൊഡക്റ്റീവായ രീതിയിൽ അവരുടെ സമയങ്ങളെ വിനിയോഗിക്കാനായിട്ട് നമ്മൾ അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും. അപ്പോൾ അവർക്ക് ചെറുപ്പം മുതലേ ഈ തൊഴിലിനോടുള്ള അറപ്പ് അവർ മാറും അല്ലേ. ഏത് ജോലിയും പാർട്ട് ടൈമായിട്ട് അവർക്ക് ചെയ്യാനായിട്ട്, ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ക്ലീനിങ്ങോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ഹോട്ടലുകളിലോ അല്ലെങ്കിൽ ചെറിയ ഇൻഡസ്ട്രികളിലുള്ള ചെറിയ വർക്കുകളോ അതൊക്കെ കൊടുക്കുമ്പോൾ ചെറുപ്പം മുതലേ അവർ എല്ലാ ജോലിയും എടുത്ത് വളരുകയാണ്. അപ്പോൾ ആ ജോലിയോടുള്ള മടിയും അറപ്പും കാര്യങ്ങളൊക്കെ മാറുകയും അവർ പഠിച്ച് പാസ്സായാലും അവരുടെ സെയിം ആയിട്ടുള്ള ജോലി കിട്ടിയില്ല ഏതെങ്കിലും ജോലി എടുക്കാനുള്ള ഒരു മനോസ്ഥിതിയിലേക്ക് അവർ മാറുകയും ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യം നമ്മുടെ ഗവൺമെൻറ്റോ നമ്മുടെ സമൂഹം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ഈ തൊഴിലില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ ചിന്താഗതികളും മാറുകയാണെങ്കിൽ എല്ലാ തൊഴിലെടുക്കുന്നവനെയും ഒരുപോലെ കാണാനും ബഹുമാനിക്കാനും ഒക്കെ തയ്യാറാവുകയാണെങ്കിൽ ഒരു പരിധിവരെ കുറേ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുള്ള യുവാക്കളുടെ കുറേ പ്രശ്നങ്ങളൊക്കെ മാറും. ഇന്ന് നാട്ടിൽ യുവാക്കളില്ല, എല്ലാവരും വിദേശത്തേക്ക് കയറുന്നു, നാട്ടിൽ ജോലിയെടുക്കാൻ ആളില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഈ ചർച്ചകളൊക്കെ വന്നിരുന്ന് പറയുന്ന ആൾക്കാർ ചിന്തിക്കുന്നില്ല, ഈ കുട്ടികൾ ഭൂരിഭാഗം യുവാക്കൾ ഈ വിദേശത്ത് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പൈസ സമ്പാദിക്കണം, അല്ലെങ്കിൽ ഈ പൈസ കൂടുതലായിട്ട് ഉണ്ടാവണം, അല്ലെങ്കിൽ സമൂഹം വില കൽപ്പിക്കണം, തങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിലാണ്. ഞാൻ മുമ്പും പറഞ്ഞു, നാട്ടിലൊരു സാധാരണ കൂലിപ്പണി എടുത്ത് ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് സമൂഹം സ്ഥാനം കൊടുക്കുന്നില്ല, അവന് കുടുംബം സ്ഥാനം കൊടുക്കുന്നില്ല, ഒരു രീതിയിലും അവനെ ബഹുമാനിക്കപ്പെടുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ ഓരോ ആളുകളും ആ ഒരു സമൂഹത്തിൽ സ്ഥാനം കിട്ടാവുന്ന പൊസിഷനിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഓട്ടപ്പാച്ചിലൊക്കെ നടത്തുന്നത് അല്ലേ. നമ്മളൊരു വലിയ വീട് പണിയും, നമുക്കറിയാം പലരുടെയും കുടുംബത്തിൻ്റെ വലുപ്പം അനുസരിച്ചും കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചും ചിലപ്പോൾ വളരെ ചെറിയൊരു വീട്ടിൽ താമസിക്കേണ്ട അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ പലപ്പോഴും സമൂഹത്തിൻ്റെ പ്രഷർ കാരണം അവൻ വലിയ വീട് പണിതില്ലെങ്കിൽ സമൂഹം വില കൽപ്പിക്കില്ല, അവൻ്റെ കുടുംബം വില കൽപ്പിക്കില്ല,
എന്നുള്ള പ്രഷർ അവൻ്റെ മേലിലുള്ളത് കൊണ്ടാണ് പലരും ഈ വലിയ ലോണുകൾ എടുത്തുകൊണ്ട് വലിയ വീട് പണിയാനും അതുപോലെ തന്നെ വലിയ കാറിൽ നടന്നാൽ മാത്രമാണ് എന്നെ മറ്റുള്ളവർ ബഹുമാനിക്കുകയുള്ളൂ, മറ്റുള്ളവർ എന്നെ വില കൽപ്പിക്കുള്ളൂ എന്നൊക്കെയുള്ള ബോധമുള്ള ആളുകളാണ് വലിയ കാറുകൾ മേടിക്കാൻ വേണ്ടി തയ്യാറാവുകയും അല്ലെങ്കിൽ പൈസ ഉള്ളത് മറ്റുള്ളവനെ കാണിക്കാനായിട്ട് ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് മാറിപ്പോവുകയാണെങ്കിൽ, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നമ്മുടെ സമൂഹത്തിലില്ലെങ്കിൽ, എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള മനോഭാവം ഉണ്ടെങ്കിൽ ഈ ആളുകൾക്കൊക്കെ നാട്ടിലൊന്ന് ജോലി ചെയ്ത് ജീവിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ലിവിങ് എക്സ്പെൻസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നാട്ടിൽ നല്ല രീതിയിൽ ജോലി ചെയ്താൽ കൃഷിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജീവിച്ചു പോവാം. പക്ഷെ നമുക്ക് ഓവറായിട്ട് മറ്റുള്ളവനെ കാണിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. വലിയ വലിയ ലക്ഷറി ഐറ്റങ്ങളൊന്നും മേടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാറാതെ ഈ ആളുകളെ തിരിച്ചു കൊണ്ടുവരാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഉപകാരമില്ല. പിന്നെ അതുപോലെ തന്നെ ബേസിക്കായിട്ട് നമ്മുടെ മറ്റുള്ള രാജ്യങ്ങൾ ഉറപ്പ് കൊടുക്കുന്ന പല കാര്യങ്ങളും അതുപോലെ ഹെൽത്ത്, അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി, അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥകളിലുള്ള കാര്യങ്ങൾ, അപ്പോൾ ഇതൊന്നും നമ്മുടെ നാട്ടിൽ കൃത്യമായിട്ടില്ല അല്ലേ? നമുക്ക് ഒരു നല്ലൊരു രോഗം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ ഒരു ആജീവനാന്ത കാലം സമ്പാദിച്ച പൈസയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. ഹോസ്പിറ്റലുകാർ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും മറ്റുള്ള ഹോസ്പിറ്റലുകളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഒരു രോഗിയെ അടുത്ത് കിട്ടാനായിട്ട്. അവരെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ഉള്ള സമ്പാദ്യം മുഴുവനും എടുത്തു തീർക്കുന്ന രീതിയിലേക്ക് അത് മാറുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സെക്യൂരിറ്റി നമ്മുടെ നാട്ടിൽ ആർക്കും കൊടുക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ രണ്ടാമത് നീതിന്യായ വ്യവസ്ഥകൾ, നമുക്ക് അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമേ ഇല്ല. കയ്യിൽ പൈസയുണ്ടോ പവറുണ്ടോ അവന് നിയമം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അല്ലാത്തവന് നിയമത്തിന് നീതി കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ വലിയ കാര്യങ്ങളൊക്കെയാണ് പറയുമെങ്കിലും ഈ നീതി കിട്ടുമ്പോഴേക്കും അവൻ 40-50 വർഷം കഴിഞ്ഞ് മരണത്തോട് അടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അവന് നീതി കിട്ടുക നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് ഈ ആളുകൾ നാട്ടിൽ നിന്ന് പോകുന്നത്. അതിന് ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മുടെ സമൂഹം നന്നാവണം, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സ്വയം നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയുള്ള മനോഭാവങ്ങൾ ഉണ്ടാവണം. നമ്മുടെ സമൂഹം നന്നാവാതെ ഇതൊന്നിനൊന്നൊരു മാറ്റം വരികയില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു ന്യൂസിൽ പറയണ്ടായി നമ്മൾ കൂടുതലായിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ മറ്റതിനോട് ചേർത്ത് നിർത്തി പറയുകയാണ്, വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും വിദേശത്താണ്. പക്ഷേ ഞങ്ങൾ ഏകദേശം ഒരു 3 വർഷമായി ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ ഇതുവരെയായിട്ടും നമുക്ക് 2 കുട്ടികളുണ്ട്, അവർ വളർന്നു വരുന്നു. നമ്മുടെ നാട്ടിൽ അവർ ജനിച്ച് അവരുടെ ചെറിയ പ്രായത്തിലൊക്കെ എത്രയധികം മരുന്നാണ് ഓരോ മാസം അവർ കഴിച്ചുകൊണ്ടിരുന്നത്. അതായത് പനി, തലവേദന, ഛർദി, വയറിളക്കം ഇതിനൊക്കെ വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് ചെല്ലുന്നു. അവരവിടെ ട്രീറ്റ് ചെയ്യുന്നു, സ്കാൻ ചെയ്യുന്നു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. നിരവധി കാര്യങ്ങളും മരുന്നുകളാണ് കുട്ടികൾക്കായാലും നമുക്കായാലും നമ്മൾ നമ്മുടെ നാട്ടിൽ ട്രീറ്റ്മെൻറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിദേശത്തേക്ക് വരുമ്പോൾ ഇതുവരെ 3 വർഷം ഞങ്ങളിവിടെ ജീവിച്ചു, പക്ഷേ ഇതുവരെയായിട്ട് ഒരു ആൻറ്റിബയോട്ടിക് പോലും ഞങ്ങൾ കഴിച്ചിട്ടില്ല, കുട്ടികൾ കഴിച്ചിട്ടില്ല. കാരണം അവർ കൊടുക്കുന്നില്ല നമുക്ക് ആൻറ്റിബയോട്ടിക്കുകൾ. ഇങ്ങനത്തെ സാധാരണ കാര്യങ്ങൾക്കൊന്നും അവർ നൽകുന്നില്ല. ആവശ്യത്തിന് മാത്രം മരുന്ന് പോലും ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ഇവർ ഈ സിസ്റ്റം കൊണ്ട് നടക്കുന്നത്. അപ്പം നമ്മൾക്ക് ആദ്യമൊക്കെ ഇതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിൽ, അല്ലെങ്കിൽ ഇവർക്ക് പ്രോപ്പറായിട്ട് കെയർ കൊടുക്കുന്നില്ല, നമ്മുടെ നാട്ടിലെ ഹെൽത്ത് സിസ്റ്റമാണ് ശരി, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഓടിപ്പോയി ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ഹോസ്പിറ്റലിൽ ചെന്ന് പനി വരുമ്പോഴോ അല്ലെങ്കിൽ തലവേദന വരുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ ഇൻഫെക്ഷൻ ഓടി ചെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. പലതും തന്നെ മാറിപ്പോകുന്നതാണ് എന്നുള്ളൊരു സത്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ ഇനി അങ്ങനെ ഒരു കാര്യം വരുമോ? ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുള്ള കാരണം കൊണ്ട് ഇത് സിറ്റുവേഷനിൽ നമ്മളെ അതുപോലുള്ള ഒരു മനോഭാവത്തോടു കൂടി ഇനി ഹോസ്പിറ്റലുകാർ കാണുമോ? അവർ വരുമ്പോൾ മാക്സിമം നമ്മളിൽ നിന്ന് പൈസ എടുക്കണം. അത് അവർക്ക് പല ടാർഗറ്റുകളുണ്ടാവാം, പല മരുന്ന് ഉണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിവാദമായിരിക്കും, പലരും അതിന് എഗൻസ്റ്റ് പറയാനുണ്ടാവും. എന്നിരുന്നാൽ തന്നെയും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ
ഇതൊന്നും മാറാതെ ഒന്നും നമ്മുടെ നാട്ടിലൊന്നും ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിനൊക്കെ മാറ്റം വരാതെ ഒന്നും ഇങ്ങനത്തെ കാര്യമൊന്നും നടക്കില്ല. അപ്പോൾ തിരിച്ച് നമ്മൾ ഈ സിനിമയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, വാഴ എന്ന് വിളിക്കപ്പെട്ട ഒരു കാറ്റഗറിയിലൊന്നും ഒരാളും ജീവിക്കേണ്ട ആളുകളല്ല. അതായത് വാഴ എന്ന് ദൈവവും അല്ലെങ്കിൽ ഒരാൾ ജനിക്കുമ്പോൾ ഇവൻ വാഴയായിട്ട് അല്ലെങ്കിൽ ഇവനൊരു കഴിവില്ലാത്തവനാണ് എന്ന രീതിയിൽ ജീവിക്കേണ്ടവനായിട്ട് ആരും തന്നെ ഇല്ല. നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ വാഴയാവണോ അതോ വാഴയല്ലാതെ മറ്റ് നല്ല രീതിയിൽ ജീവിക്കണോ, സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണോ, കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണോ, സ്വയമായിട്ട് എന്തെങ്കിലും വളരണോ എന്നൊക്കെ ചിന്തിക്കേണ്ടതും തീരുമാനിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. അതായത് നമുക്ക് ദൈവം അങ്ങനെയോ അല്ലെങ്കിൽ നമ്മൾ ജനിച്ചപ്പോഴേ നമ്മൾ അങ്ങനെയുള്ള കഴിവ് കുറഞ്ഞവനായിട്ടല്ല. എല്ലാവർക്കും കഴിവുകളുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതാണ് നമ്മുടെ പരാജയം.